Hi everyone, welcome to another beautiful episode of Creat Talks. Today I am with Shaji Manhar, the head of the Zamoria Group on our podcast. So welcome to the show. So നമ്മൾ ഫസ്റ്റ് ആയിട്ട് കണ്ട സമയത്ത് വി ഹാഡ് എ വെരി ലോങ് കോൺവെർസേഷൻ. അപ്പോൾ നമ്മൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഞാൻ സാറിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് യു ഹാഡ് സോ മച്ച് എനർജി ഇൻ യു ആൻഡ് സോ മച്ച് പോസിറ്റിവിറ്റി ഇൻ യു. സാറ് കാര്യങ്ങളിൽ കാണുന്ന കാഴ്ചപ്പാടുകൾ, വാല്യൂസ്, ലൈഫിലുള്ള ബിലീവ്സൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് സാർ എന്നെ നോക്കി കാണുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് ഇന്നത്തെ കോൺവെർസേഷൻ കൊണ്ടുപോകാം. നമുക്ക് കുറച്ചുകൂടെ പേഴ്സണൽ വാല്യൂസ്, സാറിൻ്റെ പേഴ്സണാലിറ്റി, സാറ് വിശ്വസിക്കുന്ന വാല്യൂസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ആളുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏത് ആളുകളായാലും നമുക്കൊരു ന്യൂ ലെസണാണ്. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ അടുത്തുനിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ടാവും. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മളെപ്പോഴും ലൈഫിൽ നോക്കി കാണുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ഓക്കെ, ദിസ് ഈസ് മൈ റോൾ മോഡൽ, ദിസ് ഈസ് മൈ ഇൻസ്പിറേഷൻ എന്ന രീതിയിൽ നമ്മൾ നോക്കി കാണുന്ന ഒരു വ്യക്തി ഉണ്ടാവും. സാറിൻ്റെ ലൈഫിൽ അങ്ങനെ ആരാണ്? സാറിൻ്റെ ഒരു സാറിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വം ആരാണ്? തീർച്ചയായിട്ടും നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുള്ളത് ആണ് സത്യം. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ജീവിതത്തിൽ നമ്മളെങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് ആയിത്തീരുക എന്നുള്ളത്, അത് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു യാത്രയിൽ നമ്മൾ കാണുന്ന, നമ്മൾ പഠിക്കുന്ന പാഠങ്ങളിലൂടെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പല റോൾ മോഡൽസും ഉണ്ടാവും. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എല്ലാവരെയും പോലെ എൻ്റെ പിതാവ് തന്നെയാണ്. എല്ലാ മക്കൾക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ജനിക്കുമ്പോൾ കാണുന്ന, നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ പിതാക്കന്മാരായിരിക്കും എപ്പോഴും നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ഇതെനിക്ക് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഒരുവിധം എല്ലാ ആളുകളും ചെറുപ്പം മുതൽ കാണുന്നത് നമ്മുടെ പിതാക്കളിലാണ് ഒരു ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു റോൾ മോഡൽ. അവരുടെ എല്ലാ നന്മകളും നമ്മൾ പരമാവധി നമ്മൾ നോക്കിക്കണ്ട് അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തെ എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതും, അതുപോലെ മക്കളെ, ആ കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതും, അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ, നമ്മൾ സത്യത്തിൽ കഷ്ടപ്പാടുകൾ വരെ പഠിക്കുന്നത് നമ്മളെ ഫസ്റ്റ് കാണുന്ന റോൾ മോഡലിൽ നിന്നാണ്. അവരുടെ ആ ഹാർഡ് വർക്ക്, കുടുംബത്തെ കരകയറ്റാനുള്ള ആ ഹാർഡ് വർക്ക്, ഇതൊക്കെയാണ് സത്യത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുക ചെറുപ്പത്തിൽ. അത് പലതും നമ്മളെന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വസ്തുത. പിന്നെ നമ്മൾ വളരുമ്പോൾ നമ്മുടെ അധ്യാപകർ നമുക്ക് പലപ്പോഴും റോൾ മോഡലായിട്ട് നമുക്ക് തോന്നാറുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ നമുക്ക് പലതും റോൾ മോഡലായിട്ട് തോന്നും. നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും റോൾ മോഡലുകൾ കാണാം. ബിസിനസ്സിലേക്ക് വരുമ്പോൾ പലപ്പോഴും പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ, പല വിജയിച്ച ആളുകളുടെ ചരിത്രം വായിക്കുമ്പോഴൊന്നും നമുക്ക് അത്ര ഇൻസ്പയർ ആവില്ല. മറിച്ച് അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന നമുക്ക് റോൾ മോഡലായിട്ട് തോന്നുന്നത് നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ, നമ്മൾ ഒരു കടയിലേക്കൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ, ചെറുപ്പത്തിൽ നമ്മൾ പോകുമ്പോൾ അവിടുന്ന് നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ, സത്യത്തിൽ നമുക്ക് പലപ്പോഴും ഇവരൊക്കെയാണ് സത്യത്തിൽ ബിസിനസ്സിൽ നല്ല എത്തിക്സ് പുലർത്തുന്ന ആളുകൾ. ബിസിനസ് എന്ന് പറയുന്നത് പണം മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു സേവനം. അത് ഏത് മേഖലയാണ്? ബിസിനസ് എല്ലാം സേവനമാണല്ലോ. അപ്പം എല്ലാ മേഖലയിലും ആ ഒരു സേവന മനോഭാവത്തോടു കൂടി കാണുന്ന, ബിസിനസ്സിനെ സമീപിക്കുന്ന, ആളുകളെ സഹായിക്കാൻ വേണ്ടി സേവനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ബിസിനസ്സിനെ സമീപിക്കുന്ന നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ നമുക്ക് പലപ്പോഴും അവരൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ റോൾ മോഡലായിട്ട് നമുക്ക് മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്നത്. സോ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ മമ്മൂട്ടി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം ഒരു മികച്ച അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ആക്ടർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല നടൻ എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൽ, ആ ഒരു പ്രോസസ്സിൽ അദ്ദേഹത്തിനെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീസ് പോളിഷിങ് ഹിംസെൽഫ്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആവുക. അതായത് നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് വേൾഡിനോടല്ല, നമ്മുടെ ഉള്ളിലെ സെൽഫിനോടാണ് നമ്മുടെ കോമ്പറ്റീഷൻ വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ തന്നെ ബെസ്റ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അതിൽ സാറിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണ്? തീർച്ചയായിട്ടും നമ്മളെ തേച്ച് മിനുക്കിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മളെ ഒരു പേഴ്സണൽ ലൈഫാണെങ്കിലും നമ്മുടെ ബിസിനസ് മേഖലയാണ്, നമ്മൾ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ നമ്മൾ ഏറ്റവും തേച്ചു മിനുക്കി ഏറ്റവും നന്നായി ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. നമ്മൾ ഏത് മേഖല ആയിക്കോട്ടെ, ഒരു അധ്യാപകനാണെങ്കിൽ ഏറ്റവും നല്ല അധ്യാപകൻ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥൻ, ഏറ്റവും നന്നായി ആളുകളെ സേവിക്കാനും ആളുകൾക്ക് സഹായം നൽകാനുമുള്ള, അതിനു വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ച് അതിന് ഏറ്റവും നന്നായിട്ട് നിൽക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ബിസിനസ്സിലും തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക.
അപ്പോൾ നമ്മളത് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്തിയ മേഖലയിൽ ഏറ്റവും നന്നായി ചെയ്യാൻ അതിൽ എന്താ പറയുക, അപ്പം മമ്മൂട്ടിയാനാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞത്. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നമ്മളും മാറാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഞാൻ പണ്ടേ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പോവൂ എന്ന സമീപനം ഇത് ഓരോ ആളുകളുടെ ഉള്ളിലും ഉള്ള സംഗതികളാണ്. നമ്മൾ ജനിച്ചു വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ സ്വഭാവം പലതും പല രീതിയിലായിരിക്കും. നമ്മൾ എത്തിപ്പെട്ട മേഖലയുമായിട്ട് ആ സ്വഭാവത്തെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ബിസിനസ്സിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ഒരു സ്വഭാവം വരെ നമ്മൾ രൂപീകരിക്കുക, നമ്മളത് മാറാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഓരോ മാറ്റങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഓരോ മേഖലയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോഴാണ് നമുക്ക് ആ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ തന്നെ ബെസ്റ്റ് ആവുക എന്നുള്ള ഈ ഒരു പ്രോസസ്സിൽ പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്നൊരു കാര്യമാണ് നമ്മളുടെ ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക എന്നുള്ളത്. പല സിറ്റുവേഷൻസിലും ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ബന്ധങ്ങൾ പോലും ഇല്ലാതാവുകയും നമ്മുടെ പേഴ്സണാലിറ്റീൻ്റെ ഒരു വാല്യൂ തന്നെ ലോസ് ആവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ആങ്കർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, സാർ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാ വികാരങ്ങളും ഉണ്ടാവും. അതിലേറ്റവും കൂടുതൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതി തന്നെയാണ് അത്. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മൾ പലപ്പോഴും പതറിപ്പോകുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ദേഷ്യം വരുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും പലതും തെറ്റിപ്പോകും. അത് ബിസിനസ്സിലെടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ദേഷ്യം കൊണ്ടാണ് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിലും ബിസിനസ്സിലും ഒക്കെ ഒരുപാട് ലോസ് ദേഷ്യം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ അമിതമായിട്ടുള്ള ദേഷ്യം പലപ്പോഴും നാശത്തിലേക്കാണ് പോകാറുള്ളത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ ദേഷ്യത്തെ ഇല്ലാതെ നമ്മുടെ സമചിത്തത നമ്മൾ കൈവിടാതെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരമാണ്. അതിന് അടിമപ്പെടാതെ, അതിന് നമ്മൾ പിടികൊടുക്കാതെ നമ്മൾ എത്രമാത്രം നമുക്ക് ജീവിക്കാൻ കഴിയും അത്രയും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും നമുക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. റോഡ് സൈഡ് രണ്ടാൾ വഴക്കൂടുന്നത് നിങ്ങളും ശ്രദ്ധിച്ചു നോക്കാൻ മതി. ചില ആളുകൾക്ക് സൗണ്ട് പുറത്തേക്ക് വരില്ല. ചിലപ്പോൾ ന്യായം അവൻ്റെ കയ്യിലാവാം, പക്ഷെ സൗണ്ട് വരെ പുറത്തു വരില്ല. കാരണം ദേഷ്യം വരുന്ന ഒരാൾക്ക് സത്യത്തിൽ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാൻ പോലും കഴിയില്ല. നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ്. നമ്മൾ ടി വി തുറക്കുമ്പോൾ ചാനൽ ചർച്ചകളിലും ഒക്കെ നമ്മൾ കാണും, ദേഷ്യം വരുന്ന ഒരാളെ നമുക്ക് പലപ്പോഴും കോമാളിയായിട്ടാണ് തോന്നാറുള്ളത്, ഇല്ലേ? അപ്പോൾ ഇതൊക്കെ അറിയുന്ന നമ്മൾ പരമാവധി ദേഷ്യം എന്ന് പറയുന്ന ആ ഒരു വികാരത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. മനുഷ്യരാണ്, നമ്മളിതൊക്കെ പറയുമ്പോഴും നമുക്ക് ദേഷ്യം വരാം. ഇതിനെ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ദേഷ്യത്തെ നമ്മളെ ജീവിതവുമായി നമ്മൾ അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദേഷ്യം വരാതെ ഇരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ദേഷ്യം വരുന്ന ഒരാൾക്ക് കറക്റ്റ് സംസാരത്തിൽ പോലും വിക്കായിരിക്കും. അയാൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തത ഒന്നും വരില്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പം നമ്മളത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്, നമ്മളൊക്കെ അതിന് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ചാലഞ്ചസ് വരുന്നതാണ്. അപ്പോൾ പ്രയോറിറ്റീസ് അവർ ചാലഞ്ചസ്. നമ്മുടെ ലൈഫിൽ എന്ത് ചാലഞ്ചസ് വന്നാലും അതിന് നമ്മൾ കാണാതെ പോവാതെ നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പോൾ പല ആളുകളും ചാലഞ്ചസ് വരുന്ന സമയത്ത് അവർ അതിനെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് കാണുക. അപ്പോൾ ഈ നെഗറ്റീവായിട്ട് കാണുന്ന ആളുകൾ ചിലപ്പം അവരതിനെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു വേല തന്നെ അവരെന്ത് ചെയ്യും, അത് ഗിവ് അപ്പ് ചെയ്ത് അവർ കളയാനാണ് ചാൻസ് ഉണ്ടാവാറ്. അങ്ങനെ അവർ എവിടെ എത്തിപ്പെടാൻ പറ്റാതെ പോകും. അതവർ ചാലഞ്ചസിനെ നെഗറ്റീവായിട്ട് നോക്കി കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ തന്നെ ബെസ്റ്റ് ആക്കണമെങ്കിൽ നമ്മുടെ ചാലഞ്ചസിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പോൾ സാറിൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള എന്തൊക്കെ ചാലഞ്ചസ് ആണ് സാർ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതിനെങ്ങനെയൊക്കെ നോക്കി കണ്ടിട്ടാണ് ഇന്ന് ഈ ഒരു പൊസിഷനിൽ സാർ എത്തി നിൽക്കുന്നത്? തീർച്ചയായിട്ടും ജീവിതം എന്ന് പറയുന്നത് വല്ലാത്തൊരു ചലഞ്ചസാണ്. നമ്മൾ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഏതൊരാൾക്കും ആ ബിസിനസ്സിലുടനീളം വെല്ലുവിളികളാണ് ബിസിനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ഇതാണ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന ഒരാൾക്ക്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ മുമ്പിൽ ചാലഞ്ചസാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഈ ബിസിനസ് നല്ല രീതിയിൽ പോകുന്ന ആളുകൾക്കും അവർക്കും ഇഷ്ടം പോലെ വെല്ലുവിളികളുണ്ട്. നിങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്തെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ച് നോക്ക്. കൊറോണ കാലഘട്ടം, അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് യുദ്ധം, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എന്ത് പ്രശ്നങ്ങൾ നടന്നാലും അത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് മലയാളികളെയാണ്. മലയാളികളിൽ തന്നെ പ്രത്യേകിച്ച് ബിസിനസ്സുകാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ബിസിനസ്സിനാണ്. നമുക്കറിയാം, നമ്മളെ കേരളത്തിലെ ആളുകളാണ്, മലയാളികളാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് മലയാളികളെയാണ്.
പ്രത്യേകിച്ച് അത് ഏറ്റവും ആദ്യം എഫക്റ്റ് ചെയ്യുക ബിസിനസ്സിനെയാണ്. അപ്പം ഈ വെല്ലുവിളികളൊക്കെ വരുമ്പോൾ നമ്മൾ കൊറോണയാണ്, അതല്ല യുദ്ധമാണ്, ഇങ്ങനെ പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ട് പേടിച്ചോടുന്നവൻ ഇന്നും ഓടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ കഴിയുന്നവരാണ് ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും വിജയിക്കാൻ കഴിയുക. ഒരു പ്രശസ്തമായൊരു വാക്കുണ്ട്, ജീവിതത്തിൽ വിജയിച്ചവനും പരാജയപ്പെട്ടവനും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളൂ. ജീവിതത്തിൽ വിജയിച്ച ആളുകൾ അവൻ്റെ മുമ്പിലേക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവൻ അവസരം കണ്ടെത്തും. ജീവിതത്തിൽ പരാജയപ്പെടുന്നവൻ അവൻ്റെ മുമ്പിലേക്ക് വരുന്ന എല്ലാ അവസരങ്ങളിലും അവൻ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് പിന്മാറും, ഓടിപ്പോകും എന്നുള്ളത് എത്ര ശരിയാണ് നോക്ക്. ജീവിതത്തിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പം പല പ്രതിസന്ധികളും വരും. ആ പ്രതിസന്ധികളിലൊക്കെ എന്തെങ്കിലും ഒരു അവസരം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിനെ കറക്റ്റ് കണ്ടെത്താനും ആ അവസരത്തെ ഉപയോഗിക്കാനും കഴിയുന്നവനാണ് ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുക. എന്നാലോ ഇഷ്ടം പോലെ അവസരങ്ങൾ വരുന്ന ചില ആളുകളുടെ മുമ്പിലേക്ക് ഇഷ്ടം പോലെ അവസരങ്ങൾ വരും. ആ അവസരങ്ങൾ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രശ്നമാണ് അങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഈ അവസരങ്ങളെല്ലാം അവൻ കാണുക, പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് അതിന് ഓടി ഒളിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് വസ്തുത. കൊറോണ വന്നപ്പോൾ ഞങ്ങൾ എല്ലാ കമ്പനികളും നമ്മളിത് അടച്ചു. പിന്നെ തമിഴ്നാട്, കർണാടക, കേരള എല്ലായിടത്തും നമ്മുടെ കമ്പനികളൊക്കെ അടച്ച് നമ്മൾ ഇരുന്നപ്പോഴാണ് നമ്മൾക്ക് നല്ലൊരു ഫുഡ് കിട്ടാനില്ല. എന്നാലോ ഫുഡ് ഡെലിവറികളൊക്കെ നടക്കുന്നുണ്ട്, അവർക്ക് പുറത്തിറങ്ങാം, സൂപ്പർ മാർക്കറ്റുകൾ ഓപ്പണാണ്. ഇങ്ങനെ നമ്മളൊരു വല്ലാത്ത ഒരു ഡിപ്രഷനിലേക്ക് പോണ സമയത്താണ് നമ്മൾ ആലോചിച്ചത് അടുത്തൊരു സ്റ്റെപ്പ് വേറൊരു ബിസിനസ് കൂടെ ചെയ്യണം എന്നുള്ളത്. അപ്പം കൊറോണ എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എന്ത് ചെയ്യാമെന്നുള്ള ചിന്തകൾ. മറ്റത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൊറോണ കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാലഘട്ടത്തെ എങ്ങനെ നമ്മൾ നന്നായിട്ട് ബിസിനസ് ചെയ്യാമെന്നുള്ള കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കാൻ. അതിനുശേഷമാണ് നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റ്, ഇന്ന് തിരുപ്പൂരിൽ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്, നമ്മളതിന് ശേഷം ആണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ കൊറോണ വന്നതിന് ശേഷം, കൊറോണ പോയതിന് ശേഷമാണ് നമ്മൾ ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ, അതുപോലെ ഒരുപാട് വായനയിലേക്ക് തിരിച്ചു വരാൻ, പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ, അതുപോലെ വായന, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ കുറേ സാധനങ്ങൾ തിരിച്ചെടുക്കാൻ ഒക്കെ കൊറോണ എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി വന്നപ്പോൾ പോലും വ്യക്തിപരമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ബിസിനസ്സിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എങ്ങനെ പോകാമെന്നുള്ള ചിന്തകൾ, നമ്മൾ പുതിയ പ്ലാനുകൾ തയ്യാറാക്കാൻ, പുതിയ ബിസിനസ് ആരംഭിക്കാൻ, ഇതൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ ഒരവസരമുണ്ടായത് സത്യത്തിൽ കൊറോണയാണ്. അപ്പോൾ കൊറോണ എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ്, പ്രശ്നമാണ് പറഞ്ഞ് നമ്മളെല്ലാം പൂട്ടി ഇനി ബിസിനസ് ഇല്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിന് പകരം നമ്മൾ അതിൽ പോലും ഒരു അവസരം കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. പ്രശ്നങ്ങൾ ബിസിനസ്സിലുടനീളം ഉണ്ടാവും എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അതിലൊക്കെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ യുദ്ധം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇറാനിലാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിലും അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ നാടിനെയാണ്. ഒരുപാട് റോ മെറ്റീരിയലുകൾക്കൊക്കെ വില കൂടി, പിന്നെ നമുക്ക് പാചകവാതകങ്ങളുടെ അപര്യാപ്തത, നമുക്ക് എല്ലാ മേഖലയിലും നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ, ആ പ്രതിസന്ധികളെയൊക്കെ, ആ ചലഞ്ചസിനൊക്കെ നമ്മൾ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ബിസിനസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴി. അപ്പോൾ നമ്മൾ അന്ന് സംസാരിച്ച സമയത്തും ഇപ്പോൾ സാറ് മെൻഷൻ ചെയ്ത് ബുക്കുകൾ വായിക്കാറുണ്ടെന്ന്, ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ സാറിനെ ഹുക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വരികളുണ്ടോ? നമ്മളെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ യാത്രകൾ, നന്നായിട്ട് യാത്ര ചെയ്യുക, നമുക്ക് പുസ്തകങ്ങൾ വായിക്കുക, ഞാൻ ധാരാളം സിനിമ കാണുന്ന ആളാണ്, സിനിമകൾ കാണുക, ഇതൊക്കെ ആണ് ജീവിതത്തിൻ്റെ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കാണുന്നത്. നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മളറിയുക, പഠിക്കുക, ഇതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല മൊമെൻറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു വലിയ നേട്ടം നമ്മുടെ ഒരു ബാലൻസ് ഷീറ്റായിട്ടും നമ്മളിതൊക്കെയാണ് ജീവിതത്തിൽ കാണുന്നത്. പിന്നെ പുസ്തകങ്ങളിൽ നമ്മൾ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും അതിലെ ചില വാക്കുകൾ നമ്മുടെ എവിടേക്കോ നമുക്ക് അത് ഇൻസ്പയർ ആവും എന്നുള്ളതാണ് എൻ്റെ സത്യം. ചിലത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടതായിരിക്കും, അപ്പോൾ നമുക്കത് കൂടുതൽ ഇൻസ്പയർ ആവും എന്നുള്ളതാണ്. ഒരു പുസ്തകത്തിലെ ഒരു ചെറിയ വാക്കുകളാണ് ചിലത് നമുക്ക് ഇൻസ്പയർ ആകുക. അപ്പോൾ ലാസ്റ്റ് വായിച്ചത് ഇതാണ്: ചുറ്റിലും വെള്ളം വന്ന് നിറയുമ്പോൾ എനിക്ക് നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നതിന് പകരം ജീവൻ നിലനിർത്താൻ കയ്യിൽ കിട്ടിയ മരക്കഷ്ണങ്ങളിൽ കയറി പിടിക്കുക. എന്നിട്ട് ചുറ്റിലും ഒലിച്ചു വരുന്ന മരക്കഷ്ണങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയ കാട്ടുവള്ളി കൊണ്ട് അതിനെ കൂട്ടിക്കെട്ടി ചങ്ങാടമുണ്ടാക്കി കരയിലെത്തുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തെ ഓർത്ത് ആഞ്ഞു തുഴയുക.
അങ്ങനെ കരയിലെത്തിക്കഴിഞ്ഞാൽ ആ ചങ്ങാടത്തെ വീണ്ടും ആ വെള്ളത്തിലേക്ക് തള്ളിവിടുക. ആ ചങ്ങാടത്തിൽ ആരെങ്കിലുമൊക്കെ കയറി രക്ഷപ്പെട്ടു വരുമ്പോൾ സ്വാർത്ഥതയില്ലാതെ നമുക്ക് ചിരിക്കാം, നമുക്ക് സന്തോഷിക്കാം എന്നുള്ള ആ ഒരു വാചകം ഇപ്പോൾ ലാസ്റ്റ് 2 ദിവസം മുമ്പ് വായിച്ച ആ പുസ്തകത്തിലെ ആ വാക്കുകൾ പലപ്പോഴും നമ്മളെ ജീവിതവുമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് ബിസിനസ്സിനായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ബിസിനസ്സിന് പലപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ ഫസ്റ്റ് ബിസിനസ് ചെയ്യണത് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, കയ്യും കാലും ഇട്ടടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഫസ്റ്റ് പല ആളുകളും ബിസിനസ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, ജീവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ബിസിനസ്സിനെ സമീപിച്ചത്. അപ്പോൾ നമ്മൾ കയ്യും കാലിട്ടടിക്കുമ്പോൾ കൈ കിട്ടുന്ന മരക്കഷ്ണങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് നമ്മൾ അതിൽ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ, അതേപോലെ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൈത്താങ്ങ് കൊടുക്കാനുള്ള ഒരു സഹായത്തിന് വേണ്ടി നമ്മൾ വീണ്ടും നിൽക്കും. അതാണ് നമ്മൾ അസോസിയേഷനുകൾ പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫർണിച്ചർ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കൂടിയാണ്. മറ്റുള്ളവരെ കൂടെ എന്തെങ്കിലും ഒരു കൈത്താങ്ങ് കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാവട്ടെ എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യുന്നത്. പല സംഘടനകളിലും ഒക്കെ നമ്മൾ ഭാഗമാകുന്നത് മറ്റുള്ളവർക്ക് കൂടി ഒരു കൈത്താങ്ങാവട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ചില പുസ്തകങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിൽ വല്ലാതെ അതേപോലെ നിലനിൽക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ തോട്ട്സ്. ഇനി ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കേട്ട് വരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കുറേ യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ റൈറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ചില ആളുകൾ തന്നെ അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളെയും ഈ റൈറ്റ് ആൻഡ് റോങ് ടൈം എന്നുള്ള രീതിയിലാണ് അവർ കാറ്റഗറൈസ് ചെയ്യുന്നത്. ചില സമയത്ത് അവർക്ക് കാര്യങ്ങൾ വർക്ക് ആവാതെ വരുമ്പോൾ ഇതെൻ്റെ നല്ല സമയമല്ല, ഇതെൻ്റെ മോശം സമയമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ റൈറ്റ് ടൈം എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? ഞാനിത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ചില ആളുകൾ പറയും, അയ്യോ എനിക്ക് ഇതിൻ്റെ മോശപ്പെട്ട സമയമാണത്, ഞാനിതിൽ എന്ത് ചെയ്താലും കാര്യമല്ല, ഞാനിത് മോശപ്പെട്ട സമയമാണ്. എപ്പോൾ ചോദിക്കുമ്പോഴും പറയും എനിക്ക് ഇതിൻ്റെ സമയമൊന്നും ശരിയില്ല, ഞാൻ എന്ത് ചെയ്താലും അത് ശരിയാവില്ല, അതുകൊണ്ട് എൻ്റെ മോശപ്പെട്ട സമയമാണ്. ഞാൻ വിശ്വസിക്കുന്നത് മോശപ്പെട്ട ഒരു സമയം, ദിവസം, മാസം, വർഷം എന്ന് പറയണതില്ല. നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡ്സും, ഓരോ ദിവസവും, ഓരോ മാസവും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതിലൊരു മോശപ്പെട്ട ദിവസമോ സമയമോ മിനിറ്റോ സെക്കൻഡോ ഒന്നുമില്ല. എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നല്ലതുമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസമോ ഒരു സെക്കൻഡോ ഒന്നിനു വേണ്ടി മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ പല സ്ഥാപനങ്ങളും ചൊവ്വാഴ്ച അങ്ങനെ പല ദിവസങ്ങളും വരുമ്പോൾ ആ ദിവസങ്ങളിലാണ് നമുക്ക് എന്നാണോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, അത് ഒരു ദിവസത്തിന് വേണ്ടി ഒരു മിനിറ്റ് പോലും നമ്മളിതൊന്നും മാറ്റി വെക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കെല്ലാം വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ എന്ത് ചെയ്താലും ഞാൻ രക്ഷപ്പെടില്ല എന്നൊക്കെ ചിലർ പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പരാജയങ്ങൾ ജീവിതത്തിൽ ഒരുപാടുണ്ടാവും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പരാജയങ്ങളാണ്. ജീവിതത്തിൽ ആണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും പരാജയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ പരാജയങ്ങളിൽ നമ്മളൊരു പാഠം പഠിക്കുക എന്നുള്ളതാണ്. അത് ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഏത് കാര്യങ്ങളിലാണെങ്കിലും നമുക്കുണ്ടാകുന്ന പരാജയങ്ങളിൽ നമ്മളൊരു പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതല്ലാതെ അത് നമ്മുടെ സമയത്തിൻ്റെയോ അത് നമ്മുടെയോ ഒരു മോശമായിട്ട് കാണാതെ അതിൽ നമ്മൾ എന്താണ് നമ്മളെടുത്ത നിലപാടുകൾ, നമുക്ക് എവിടെയാണ് അവിടെ തെറ്റുപറ്റിയത്, എന്തുകൊണ്ടാണ് നമ്മളത് പരാജയപ്പെട്ടത് എന്നുള്ള ഒരു പുനർചിന്തനം നടത്തി നമ്മൾ അടുത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ ആ തെറ്റിനെ നമ്മൾ തിരുത്തി മുന്നേറുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക. അല്ലാതെ പരാജയത്തിൽ നമ്മൾ വിലപിച്ചിട്ടോ സമയത്തെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒന്നും ഒരു കാര്യമല്ല. കാരണം അത് പരാജയം ഒരു സ്വാഭാവികമാണ്. അപ്പോൾ അതിൽ നമ്മളൊരു പാഠം ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ പണ്ടത്തെ ഒരു സമയത്തിനേക്കാൾ കൂടുതൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മളൊരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു വേൾഡിലാണ്. അപ്പോൾ നമ്മുടെ ലൈഫും അതിനനുസരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ ലൈഫ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതിനെ കുറിച്ചിട്ട് എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഇപ്പോൾ വല്ല സംശയമൊന്നുമില്ല. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് ആണ്, എല്ലാവരും ആർക്കും സമയമില്ല എന്നുള്ളതാണ്. പഴയതുപോലെയല്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായ മാറ്റം അതുകൊണ്ടാണ്. ഇപ്പോൾ തിയേറ്ററുകളിൽ ആളുകൾ ഇപ്പോൾ ഒന്ന് കൂടുതൽ സിനിമ കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ ശ്രദ്ധിച്ചില്ലേ, എല്ലാ സിനിമകൾക്കും നല്ല ആളുകളുണ്ട്. കാരണം തിയേറ്ററിൻ്റെ ആംബിയൻസ് മാറി, തിയേറ്ററിൻ്റെ സെറ്റപ്പ് മാറി, ക്യൂ നിൽക്കണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് സെലക്ട് ചെയ്യാം. നമുക്കൊരു ഫോൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ചുള്ള സീറ്റ് നമുക്ക് നോക്കി സെലക്ട് ചെയ്ത് ഇരിക്കാനും നമ്മൾക്ക് എല്ലാത്തിനും പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ആളുകൾ കൂടുതൽ തിയേറ്ററുകളിലേക്കൊക്കെ വരാൻ തുടങ്ങി. തിയേറ്ററിൻ്റെ കൾച്ചർ അങ്ങനെ എല്ലാ മേഖലയിലും ആ ഒരു മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു തലമുറ അവർ കൂടുതൽ സമയമൊന്നും ഒരു റീൽസ് കാണാൻ പോലും അവർ കൂടുതൽ സമയം അവർ ചിലവഴിക്കുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ ചെറിയ സെക്കൻഡുകൾ നിൽക്കുന്ന റീൽസുകളെ അവർ കാണുന്നുള്ളൂ.
അല്ലെങ്കിൽ അവർ വേഗം സ്ക്രോൾ ചെയ്ത് വിടും എന്നുള്ളതാണ്. അപ്പോൾ ഫാസ്റ്റ് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തിന് ആളുകൾ നല്ല വില കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മാറ്റങ്ങളുണ്ട്. അത് വ്യക്തികൾക്കുണ്ട്, സമൂഹത്തിനുണ്ട്, നാടിനുണ്ട് ആ മാറ്റങ്ങൾ. അതുപോലെ ബിസിനസ് രംഗത്തും ഈ മാറുന്നതിനനുസരിച്ച് ആളുകളുടെ ലൈഫ് സ്റ്റൈലിലും മാറ്റങ്ങളുണ്ട്. ആ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നതും. നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ ആളുകളുടെ മാറ്റത്തിനനുസരിച്ച് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ സാർ ഒരു ബിസിനസ് മാൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ഇനി ചോദിക്കാൻ പോകുന്ന ഈ ഒരു ചോദ്യമായിരിക്കും കുറച്ചുകൂടെ ആളുകൾക്ക് കണക്റ്റ് ആവാൻ തോന്നും. അപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർ പണ്ടത്തെ ഒരു നമ്മുടെ പാരൻസൊക്കെ നമ്മളെ നിർബന്ധിച്ചിരുന്നത് ഒരു 9 to 5 ജോബ് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരെത്രത്തോളം നമ്മുടെ ലൈഫ് സെക്യൂർ ആക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് അവർ പോകുന്നത്. പക്ഷെ ഇപ്പോൾ കുറേ പേരും അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. അവർ സ്റ്റാർട്ടപ്പ് കമ്പനീസ് തുടങ്ങാൻ തുടങ്ങി. മാത്രമല്ല ഒരുപാട് ഐഡിയാസ്, ഡിഫറെൻറ്റ് ഐഡിയാസ്, ഇപ്പോൾ നമുക്ക് നമ്മൾ ഗ്ലോബലി നോക്കിയാൽ തന്നെ പല ടൈപ്പ് ഓഫ് ബിസിനസ് ഐഡിയാസ് ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 9 to 5 ജോബും അതുപോലെ തന്നെ ഈ ബിസിനസ്സും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ കുറേ പേരും 9 to 5 ജോബിനെ കാണുന്നത് നമുക്കൊരു കംഫർട്ട്, അതായത് നമ്മുടെ ഒരു ബബിളിൽ ജീവിക്കാൻ പറ്റിയ, ഒരു കംഫർട്ട് സോണിൽ ജീവിക്കാൻ പറ്റിയതുപോലെയാണ്. ബിസിനസ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്കുകളുണ്ട്. സാറും വളരെ യങ് ആയ ഒരു ഏജിലാവുമല്ലോ ഇപ്പോൾ ഒരു ബിസിനസ് എന്നുള്ളതിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആയിട്ട് പറയാൻ കഴിയുന്നതും പിന്നെ ആസ് എ ബിസിനസ് മാൻ സാറിന് കൊടുക്കാൻ പറ്റിയതുമായിട്ടുള്ള അഡ്വൈസ് എന്താണ്? തീർച്ചയായിട്ടും ഇത് രണ്ട് തരം മൈൻഡ് സെറ്റാണത്. ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എനിക്ക് വലിയ റിസ്ക് ഒന്നും എടുക്കാനാവില്ല, എനിക്ക് കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കണം, ഒരു ജോബ് ചെയ്യുക, അത് ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒന്ന്. മറ്റൊന്ന് ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കാതെ ഇത് മാറിക്കൊണ്ടിരിക്കുക. ഒരു ബിസിനസ് ആണെങ്കിലും അവിടെ ചെയ്യുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊക്കെ നേരിടാനും ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് വളരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കാല് വെക്കണം, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വളരണം എന്ന ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റും ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റും, ഇത് രണ്ട് തരത്തിലുള്ള മൈൻഡ് സെറ്റുകളാണ്. നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു യങ്സ്റ്ററെ സംബന്ധിച്ച്. അയാളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഞാനിതിൽ ഏത് തരം മൈൻഡ് സെറ്റിൽ പെട്ട ആളാണ്, എൻ്റെ സന്തോഷങ്ങൾ എവിടെയൊക്കെയാണ്, ഇത് ഞാനാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് വരുന്ന വെല്ലുവിളികളെ മുഴുവൻ സന്തോഷത്തോടെ ഏറ്റെടുക്കാനും അതിനെ അതിജീവിക്കാനും കഴിയുന്ന ഒരു മനസ്സുള്ള ഒരാൾ തീർച്ചയായിട്ടും ബിസിനസ്സാണ് ചെയ്യേണ്ടത്. എനിക്ക് വലിയ ആഗ്രഹങ്ങളില്ല ആൾ, എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വളരണം, എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഇത്തരം ചിന്തകളുള്ള ഒരാൾ ഉള്ളിലുണ്ടെങ്കിൽ അയാൾ ബിസിനസ്സാണ് ചെയ്യേണ്ടത്. അയാൾക്ക് ഒരിക്കലും ഒരു ജോലി ചെയ്താൽ അയാൾ ഒരിക്കലും അതിൽ സംതൃപ്തനാവില്ല. നേരെ മറിച്ച് ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൽ ഒരാൾക്ക് ഒരിക്കലും ഒരു ബിസിനസ് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അയാൾക്ക് അതിൽ പൂർണ്ണ തൃപ്തനാവില്ല. അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ വെല്ലുവിളികളൊക്കെ വരുമ്പോൾ അത് ഇത് വലിയ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകുന്ന ആളുകൾ ഇത്തരം ഫിക്സഡ് മൈൻഡ് സെറ്റിലെ ആളുകളാണ്. സ്വാഭാവികമായിട്ട് വേണ്ടത് ഓരോ ആളുകളും നമ്മൾ ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എനിക്കെന്താണ് എൻ്റെ തോട്ട്, എൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ഏത് രീതിയിൽ പോവണം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുമ്പോൾ പിന്നെ വളരെ ഈസിയായി. ഇത് രണ്ട് തരത്തിലുള്ള മൈൻഡ് സെറ്റാണ്. ഓക്കെ, ഇപ്പോൾ സാറിന് ബിസിനസ് പോലെ സാർ കൊണ്ടു നടക്കുന്ന ഒന്നാണ് സാറിൻ്റെ ഫാമിലി, അല്ലെങ്കിൽ അതിന് മുകളിൽ എന്തായാലും നമ്മൾ വെക്കുന്ന ഒരു കാര്യമാണ് ഫാമിലി. ഇപ്പോൾ പല ആളുകളും ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അവരിതിനെ രണ്ടിനെയും കണക്ട് ചെയ്യാറില്ല. അപ്പം അങ്ങനെ ചെയ്യാത്തതിന് എന്തെങ്കിലും പ്രശ്നം, ലൈക്ക് അതിൻ്റേതായിട്ടുള്ളൊരു കാരണമുണ്ടോ? ഇപ്പോൾ ചില ആളുകളൊക്കെ പാർട്ട്ണറിനെ, അതായത് ഇപ്പോൾ വൈഫിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാറുണ്ട്. സാർ എന്താണ് അങ്ങനെ, ലൈക്ക് സാറിൻ്റെ ഒരു തോട്ട് എന്താണ്, നമ്മൾ ഫാമിലിയും ബിസിനസ്സും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ? ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ ഒരു ജീവവായു തന്നെയാണ് ബിസിനസ്. അതേപോലെ തന്നെ ഒരു ജീവവായു തന്നെയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ബിസിനസ് എന്ന് പറയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് നമ്മളെ സോഷ്യൽ ആക്ടിവിറ്റീസ്. നമ്മൾ പല അസോസിയേഷനുകളിലും മെമ്പർ, നാട്ടിൽ പല സേവനങ്ങളും ചെയ്യുന്നത് ആളുകൾ, അത്തരം നമ്മൾ സോഷ്യൽ ആക്ടിവിറ്റീസും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്നും ഒരേപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ മൂന്നിനോടും നീതി കാണിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത്. അതിൽ പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക ബിസിനസ് തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് സമയവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും നമ്മളെ ഫാമിലിക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. കാരണം സോഷ്യൽ ആക്ടിവിറ്റീസ് നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ പിന്നെ നമ്മളത് ചെയ്യാതെ നമുക്ക് പിന്തിരിയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഇൻവോൾവ് ആവൽ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് സമയം നഷ്ടപ്പെടുക ഫാമിലിയാണ്. ഒരു ബിസിനസ്സുകാർ ഇത് മൂന്നിനെയും ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരന് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള കാര്യം, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ്. ഇത് മൂന്നും പ്രധാനപ്പെട്ടത്.
അപ്പോൾ അതിനോടൊപ്പം പറഞ്ഞത് ഈ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആവണ ഫാമിലി, ഞാൻ അതിൽ ഒരു തെറ്റും കാണുന്നില്ല. അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫാമിലി പലതും അങ്ങനെ വൈഫ് പിന്നെ സഹായിക്കുന്ന പല ബിസിനസ്സുകളും ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്, ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഓരോ മൈൻഡ് സെറ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഫാമിലിയും ബിസിനസ്സും രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത്. ബിസിനസ്സിനെ ബിസിനസ്സായിട്ടും അത് വീട്ടിലേക്ക് വരുമ്പോൾ ആ ഫുൾ ഷർട്ട് പുറത്തഴിച്ചു വെച്ചിട്ടാണ് നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ വരുമ്പം 100% ആ വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റും ചർച്ചകളും അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ബിസിനസ്സിലെ പല ടെൻഷനുകളോ ഒരു കാര്യങ്ങളോ വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല. വീട്ടിലെ പല കാര്യങ്ങളും നമ്മൾ ബിസിനസ്സിലേക്കും കൊണ്ടുപോകാറില്ല. വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ 100% വീടിൻ്റെ ഒരാളായിട്ട് ജീവിക്കുകയും ആ ഒരു സന്തോഷത്തിൽ ജീവിക്കുകയും ബിസിനസ്സിനെ അവിടെ വീട്ടിൽ നിന്ന് എല്ലാം മാറ്റി വെക്കുകയാണ് ചെയ്യൽ. സത്യം പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയുമായിട്ട് യാതൊരു കണക്ട് ചെയ്യാറില്ല. വീട്ടിൽ വരുമ്പോൾ 100% വീടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളെ ബിസിനസ്സിലെ ഒരു ടെൻഷനോ ഇന്ന് വരെ ഒരു ടെൻഷനോ ഒരു പ്രയാസമോ ഞാൻ ഫാമിലിയായിട്ടോ വൈഫായിട്ടോ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവരെ സന്തോഷത്തിൽ അവർ ജീവിക്കട്ടെ. വീടിൻ്റെ മറ്റു എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് വളരെ നന്നായിട്ട് കുടുംബ ബന്ധങ്ങളെ നല്ല രീതിയിൽ നന്നാക്കി കൊണ്ടുപോകുന്നത്, അയൽവാസികൾ, കുടുംബങ്ങൾ ഒക്കെ ആ ബന്ധങ്ങളൊക്കെ ഏറ്റവും ദൃഢമാക്കി കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വൈഫിനാണ്. കാരണം അവർക്ക് അതിനുള്ള സമയവും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ബിസിനസ്സിലെ ടെൻഷനുകൾ അവർക്ക് കൊടുത്ത് ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഞാൻ തയ്യാറാകാറില്ല. വീട്ടിലേക്ക് വരുമ്പോൾ വീടിൻ്റെ അന്തരീക്ഷവുമായിട്ട് ജീവിക്കുക, ബിസിനസ്സുമായിട്ടുള്ളത് അവിടേക്ക് വരുമ്പോൾ അതുമായിട്ട് ജീവിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ജീവിക്കാറുള്ളത്. രണ്ടും രണ്ടായിട്ടാണ് ഞാൻ കാണാറുള്ളത്. പക്ഷെ മറിച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് ആളുകൾ നമ്മളെ ബിസിനസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ മക്കൾ ബിസിനസ്സിലുണ്ട്, അതുപോലെ എൻ്റെ ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് എൻ്റെ കൂടെ ബിസിനസ്സിലുണ്ട്. ഫാമിലിയിലെ ഒരുപാട് മെമ്പേഴ്സ് മറിച്ച് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ കൂടെ ഉണ്ട്, മക്കളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അത് അവർ തിരഞ്ഞെടുത്തതാണ് ബിസിനസ്. ആ തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബിസിനസ്സിലേക്ക് വന്നത്. മറിച്ച് വൈഫിനെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയിക്കാറോ അതല്ലെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യാനൊന്നും സാധാരണ ഞാനത് പതിവില്ല. കാരണം അത് അവരുടെ സന്തോഷത്തിൽ അവർ ജീവിക്കട്ടെ. നമ്മുടെ ടെൻഷന് ചെറിയ ചെറിയ ടെൻഷനും കൂടി എന്തിനാണ് അവർക്ക് വെറുതെ ഷെയർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. മറിച്ച് ഇതൊക്കെ ഷെയർ ചെയ്ത് നല്ല രീതിയിൽ പോകുന്ന ബിസിനസ്സുകളും ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ ആ വഴിക്ക് പോട്ടെ. എല്ലാം ശരിയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. സോ ഇപ്പം നമ്മൾ പറയും ഐ എം സീയിങ് മൈസെൽഫ് ഹിയർ ആഫ്റ്റർ 5 years ഓർ ആഫ്റ്റർ 10 years എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സാറ് ഒരു 5 വർഷത്തിന് ശേഷം ഒരു 10 വർഷത്തിന് ശേഷം സാറിന് ഒരു പൊസിഷനിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതായത് നമ്മളെപ്പോഴും ഗ്രോത്ത് ആണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പൊസിഷനിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ഇന്ന് നമ്മൾ എന്തൊക്കെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ബിസിനസ്സിൽ വരുമ്പോഴും ജീവിതത്തിലും ഒക്കെ ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. നമ്മൾ എവിടെ എത്തണം, നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ ഏത് രീതിയിൽ പോകണം എന്നുള്ള ഒരു തോട്ട് എല്ലാവരും ഉള്ളിലുണ്ടാവും. ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനെ ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ചെയ്യുക, എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ബിസിനസ്സിൽ ഇൻവോൾവായി ഏറ്റവും നന്നായിട്ട് ചെയ്യുക. അത് ചെയ്യുമ്പോൾ ഞാനൊരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ ഞാൻ ആലോചിക്കരുത് അതിൽ ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്രാഞ്ച് തുടങ്ങുമ്പോഴും നമ്മൾ അങ്ങനെയാണ് ആലോചിക്കരുത്. അപ്പോൾ എത്ര ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളത്. എന്തിനു വേണ്ടി ജീവിക്കുന്നു വെച്ചാൽ ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൽ പണം ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇത്തരം ഒരുപാട് നമ്മുടെ ഉള്ളിൽ നമുക്ക് തരുന്ന സന്തോഷങ്ങളുണ്ട്. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക. അപ്പോൾ എങ്ങനെ ആവണം എന്നാലോചിച്ചാൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുക. നല്ലൊരു പേരോടുകൂടി നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ സേവനം വളരെ നല്ലതാണ്, നല്ല പ്രൊഡക്റ്റാണ് എന്നുള്ള ഒരു പേര് മാർക്കറ്റിലുണ്ടാവുക. അതിനെ ഏറ്റവും നന്നായിട്ട് ചെയ്യുക, ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക. ഇതൊക്കെയാണ് ഞാനൊരു 10 വർഷം കഴിഞ്ഞാലും അതേ പേരിൽ നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിലാണ് നമ്മളെപ്പോഴും ഓരോ പ്ലാനുകൾ തയ്യാറാക്കുന്നത്. സോ ആസ് മൈ ഫൈനൽ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരും ലൈഫിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അൾട്ടിമേറ്റ്ലി സാർ എന്താണ് ലൈഫിൻ്റെ ഒരു മീനിങ് ആയിട്ട് കാണുന്നത്? അൾട്ടിമേറ്റ്ലി നമ്മുടെ ലൈഫിൻ്റെ ഒരു മീനിങ് ആയിട്ട് കാണുന്നത് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നമ്മൾ ബിസിനസ്സാണെങ്കിലും നമ്മൾ ജീവിതമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും ആർമാദിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്.
നമ്മളെ ഓരോ പ്രവർത്തനവും സത്യത്തിൽ അതിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നത് സത്യത്തിൽ അതിനാണല്ലോ. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി, ടെൻഷൻ അടിച്ച് ജീവിക്കാനല്ലല്ലോ. അപ്പം സന്തോഷം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ബിസിനസ്സും എല്ലാ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമുക്ക് സന്തോഷം ഉണ്ടാകാനും നമ്മൾ വഴി ആർക്കെങ്കിലും ഒക്കെ സന്തോഷം ഉണ്ടാകാനും. അപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് പലരും ഒരുപാട് ആളുകൾക്ക് ഐഡിയ ഉണ്ട്, ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ എപ്പോഴും അവർ കാണുന്ന ഒരു തടസ്സം എന്ന് പറയുന്നത് ഈ ഫണ്ടാണ്. അവർക്ക് ഇതിലേക്ക് ഇറക്കാൻ ഫണ്ടില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ ആളില്ല, അവരെ വിശ്വസിച്ച് മുടക്കാൻ ആളില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവർ പലരും സ്റ്റോപ്ഡ് ആയിട്ട് പോകാറുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? ഇത് നമ്മൾ സാധാരണ പഴയ കാലഘട്ടത്തിൻ്റെ പരമ്പരാഗതമായി നമ്മൾ കണ്ടൊരു രീതിയാണ്. പഴയ കാലഘട്ടത്തിൽ സമ്പന്നരുടെ മക്കൾക്കാണ് ബിസിനസ് പറഞ്ഞിരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രദേശത്ത് അവിടുത്തെ സമ്പന്നരുടെ മക്കൾക്കാണ് സാധാരണ ബിസിനസ് എന്ന് പറയുന്നത്. അവർക്ക് പറഞ്ഞ ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് കാലം മാറി. ഈ കാലഘട്ടത്തിൽ പണം എന്നുള്ളതല്ല ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ടോ? ആ ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. നല്ലൊരു ബിസിനസ് ഐഡിയ ഉള്ള ആളെ സംബന്ധിച്ച് പണം എന്നുള്ളത് ഒരു പ്രശ്നമല്ല. ഇന്ന് ആ ഐഡിയയുമായി ചെന്നാൽ പണം മുടക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് ഫണ്ടേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതേപോലെ ഹെൽപ്പ് ചെയ്യാനുള്ള, ഫണ്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അതുപോലെ ബാങ്കിനെ, നിങ്ങൾ അതിലൊരു ഐഡിയ മാത്രം മതി. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കി ഒരു ബാങ്കിനെ സമീപിച്ചാൽ ഇന്ന് ഒരു ഈടുമില്ലാതെ, അപ്പോൾ പറയും ലോണ് ഈട് കൊടുക്കേണ്ടതെന്നൊരു ചോദ്യം വരാം. ഒരു ഈടുമില്ലാതെ CGTMS ഇങ്ങനെ തുടങ്ങി ഒരുപാട് സ്കീമുകളുണ്ട്. 5 കോടി വരെ നമുക്ക് ഒരു ഈടുമില്ലാതെ ബാങ്കുകൾ വായ്പ തരാൻ തയ്യാറാണ്, ചെറിയ ഇൻട്രസ്റ്റിന്. അപ്പം ഇത്തരം ഒരുപാട് സംവിധാനങ്ങൾ ഇന്നുണ്ട്. പണ്ട് ഇത്തരം സംവിധാനങ്ങളൊന്നുമില്ല, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ബിസിനസ് ഐഡിയ ഉള്ള ആൾക്ക് ആ ഐഡിയ ആയിട്ട് പോകാന്നല്ലാതെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു സമ്പന്നർക്ക് അല്ലെങ്കിൽ സമ്പന്നരുടെ മക്കൾക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് ഇതൊക്കെ മാറി, നാട് മാറി. ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഏറ്റവും നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഐഡിയ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പണം വരും എന്നുള്ളതാണ്. പണത്തിന് ഏറ്റവും പ്രധാനം ഇന്ന് ഒരു നല്ല ഐഡിയ, ഒരു ബിസിനസ് മൈൻഡ്, ബിസിനസ് ആശയങ്ങളാണ് ഇന്ന് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ സാറിൻ്റേതായിട്ടുള്ള എല്ലാ മേഖലയിലും സാറിൻ്റേതായിട്ടുള്ള വാല്യൂസിനെ കുറിച്ചിട്ട് സംസാരിച്ചു. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനുള്ള ഐഡിയാസ് കാര്യങ്ങളൊക്കെ സാറ് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ സാറിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ക്രിയാറ്റിൻ്റെ ഓഡിയൻസിനോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം മുൻപ് നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ സാറിനെ കുറിച്ചിട്ടും സാറിൻ്റെ പൊസിഷൻ ഏതൊക്കെയാണ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഒരു തിരക്കിനിടയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിലും നമ്മളോട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിലും സാറിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ട് സംസാരിച്ചതിലും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.